ഹായ്. പ്രണയിക്കുന്ന പെൺകുട്ടികൾ അന്തിയാർവട്ടപ്പൂ പോലെ സുന്ദരികളായിരിക്കുമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരി നമുക്കുണ്ട്. പ്രിയപ്പെട്ട ആമി മാധവിക്കുട്ടി എത്ര എഴുത്തുകളാണ് നമുക്ക് സമ്മാനിച്ചത്. വിട്ടു പിരിഞ്ഞിട്ട് വർഷമേറെയായിട്ടും ഇന്നും മലയാളി നെഞ്ചോട് ചേർത്തിരിക്കുന്നു. നീ പായസം, നഷ്ടപ്പെട്ട നീലാംബരി. എനിക്ക് തോന്നുന്നത് ഇത്ര ധൈര്യമുള്ള ഒരു എഴുത്തുകാരി മലയാളത്തിലുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സ്വന്തമായിട്ട് നിലപാട്, സ്വന്തമായിട്ടൊരു തീരുമാനം, ആരുടെ അടുത്തും വ്യക്തമായി സ്വന്തം അഭിപ്രായം പറയാൻ ആമി ധൈര്യം കാണിച്ചിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കണം സ്നേഹത്തിന് മുന്നിൽ ചില സമയത്തൊക്കെ ആമി തളർന്നു പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. എപ്പോഴും സ്നേഹിക്കപ്പെടണമെന്ന് വിചാരിച്ച ഒരു എഴുത്തുകാരി. ആമി സ്നേഹിക്കാൻ ആഗ്രഹിച്ചതുപോലെ സ്നേഹം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന് ആമിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വായനക്കാരന് അതൊരിക്കലും മനസ്സിലാവണം എന്നില്ല. എങ്കിലും ആമി ആഗ്രഹിച്ചൊരു ജീവിതമാണോ ആമിക്ക് കിട്ടിയത്? വേദന നിഴലിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ആമി നമുക്ക് പറഞ്ഞു തന്നത്. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു, ഇഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീ ഹൃദയങ്ങളെക്കുറിച്ച് പറഞ്ഞു. മലയാളിയുടെ സ്വന്തം ആമി ഇന്നും ഓർമ്മയിൽ, ഇന്നും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. പിന്നീട് കുറച്ച് കാലം ആമിയുടെ എഴുത്തുകൾ സോഷ്യൽ മീഡിയ വഴിയിലൊക്കെ വൈറലായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ എഴുതുന്ന ചില ക്യാപ്ഷൻസ് ആമിയുടേതാണ്. ശവകുടീരത്തിൽ കൊണ്ടുവന്ന് പൂവ് കൊണ്ടുവച്ചിട്ട് എന്ത് കാര്യം അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ഒരു വസന്തം തന്നെ നമ്മൾ അവർക്ക് കൊടുക്കണം. അല്ലാതെ നമ്മൾ വൈകിയ വേളയിൽ അവരെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യം? പക്ഷിയായി ജനിക്കാൻ ആഗ്രഹിച്ച ആമിക്ക് എപ്പോഴും ഒരു പക്ഷിയുടെ ഹൃദയമായിരുന്നു. പാറിപ്പറന്ന് നടക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ചിന്തകളും അഭിരുചികളും മാറിയപ്പോൾ ചില വ്യത്യാസങ്ങൾ വന്നു. മതത്തിൻ്റെ വേലിക്കെട്ടുകളിൽ നിന്നും ആമി പുറത്തു കിടന്നു. സുന്ദരിയായിരിക്കാനും ഒരുങ്ങി നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും ആഗ്രഹിച്ചിരുന്ന ആമി പെട്ടെന്നാണ് കറുപ്പിൻ്റെ പർദ്ദയിലേക്ക് വഴിമാറിയത്. എങ്കിലും എത്ര സുന്ദരിയായിരുന്നു! അവർ ജനിച്ച കാലഘട്ടത്തിൽ പോലും എത്രയും മോഡേണായിട്ടാണ് നമ്മൾ ആമിയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളത്. സുന്ദരിയായ ഒരു സ്ത്രീ, സ്വന്തം കാഴ്ചപ്പാടുകളുണ്ടായിരുന്ന ഒരു സ്ത്രീ, പ്രിയപ്പെട്ട കവയിത്രി. പ്രണാമം.